മഹിമയിൽ രാജകുമാരി ബലിപീഠത്തിൽ കൂട് സമയ്ക്കും പ്രാവുഗണത്തെ തിരുസഭ നിൽക്കൂ കൂട് തകർത്ത പ്രാക്കളെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു കർത്താവേ നിൻ ദിവ്യ നിളത്ത നേടിയ സഭയെ കൈവെടിയല്ലേ കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികൊടക്കും വർത്തകരെ പോൽ പൂഴിയിലങ്ങനെ നീങ്ങുന്നു നാം കരയെത്തുമ്പോൾ ധനമില്ലാത്തോർ കരയും മറ്റവരാനന്ദിക്കും ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കും നേരം ത്രിത്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുദീസായി നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങ് നിലച്ചു കഴിഞ്ഞു. കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി നിൻ വിളി കേൾക്കുമ്പോ സന്നിധി അണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗവനാനേകിയ സന്ദേശത്താൽ നിലവേ നഗരി മനസ്സു തിരിഞ്ഞു. അനുതാപത്തോട് ചാക്കുകൊടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാമുലകിന്നാതെ പൊറുതി നമുക്കും നൽകുന്നു. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രമിക്കുവിൻ. ഉപവാസത്താൽ കന്നനിയായും കൂട്ടരും വന്നിരുതിയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയേലെന്നാൽ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥ് നരകപിശാചിൻ അപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ നീ അമ്പരവീതിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയും നേരം കനിവോട് ഞാൻ കൊള്ളുകയാൽ കള്ളനു മാപ്പ് കൊടുത്തല്ലോ. നാഥാപാപികൾ ഞങ്ങൾക്കായി ഹൃദയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു. ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സുതനോടു നീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലെ ഉജ്ജ്വലമാക്കിയ സകലേശ പാഴ്ത്തി പാടി നമിക്കുന്നു. ആദ്യം മുതൽ എന്നേക്കുവാമേൻ. ആരാധകരുടെ അർത്ഥനകൾ നിന്തിരു സന്നിധി അണയട്ടെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാഥാ ഞങ്ങൾ തകർക്കട്ടെ.
എന്തുകൊണ്ടെന്നാൽ പാപമോചനത്തിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. ആവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസനെ ഉയർപ്പിച്ച കർത്താവ്യ ശബ്ദമഹനീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കണ്ണു നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷമെന്ന് ഉടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സ്വരത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായതിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രദക്ഷിണാവുകയും സകരായത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ രക്ഷരായ കവർന്നിറക്കുകയും ദുഷ്ടജനങ്ങൾ യജമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന പ്രതി ദിവസത്തിൽ എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരായത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വാഴപ്പള്ളി പഞ്ചായത്തിലെ പെൻഷൻ KSPന്റെ ഭാരവാഹികളെ ഞങ്ങൾ സംഘടനയിലെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രണ്ട് വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. നമ്മുടെ സംഘടനയുടെ പേരിൽ ഞങ്ങളെ അംഗങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള അനുശോചന വികുടഭാഗങ്ങളെ അറിയിക്കുകയും ഞങ്ങൾ നിത്യം ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും. പിതാവേ, എങ്ങളുടെ നാമപൂജിതമാണമേ, എങ്ങളുടെ രാജ്യം വരണമേ, എങ്ങളുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാവത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപികളെ രക്ഷിക്കണമേ. പ്പെട്ടവളാകുന്നു, ഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശ്വാസികളുടെ ആത്മക്കൊന്നും ഉണ്ടായിരിക്കട്ടെ.
ഉചിതമാണമേ രാജ്യം വരണമേ തിരുമനസ്സുഖത്തിലെ പോലെ ഭൂമിയിലുമാണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മരിച്ച വിശ്വാസികളുടെ ആത്മാർക്കും മരണത്താൽ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ സ്വർഗ്ഗസ്നായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്വർഗ്ഗം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മരിച്ച വിശ്വാസികളുടെ ആത്മാക്കളും മരണത്താലും അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ സ്വർഗ്ഗസ്നായ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സുഖത്തിലെ പോലെ ഭൂമിയിലുമാണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്വർഗ്ഗം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മരിച്ച വിശ്വാസികളുടെ ആത്മാക്കളും മരണത്താൽ മനുഷ്യരും അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ സ്വർഗ്ഗസ്നായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സുഖത്തിലെ പോലെ ഭൂമിയിലുമാണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്വർഗ്ഗം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ജോബിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഗ്രഹണശക്തിയുള്ളവരെ നിങ്ങൾ എന്നെ കേൾക്കുവിൻ. ദൈവം തിന്മ ചെയ്യുകയോ പാപം ചെയ്യുകയോ അസാധ്യം. എന്തുകൊണ്ടെന്നാൽ മനുഷ്യന്റെ പ്രവർത്തികൾക്കനുസരണമായി അവിടുന്ന് പ്രതിഫലം നൽകുന്നു. മനുഷ്യരാകട്ടെ സ്വന്തം ജീവിത രീതിക്കനുസരണമായി പ്രതിഫലം കണ്ടെത്തുന്നു. നിശ്ചയമായും ദൈവം തിന്മ ചെയ്യുകയില്ല, വഴി തെറ്റിക്കുകയുമില്ല. ഭൂമിയുണ്ടാകുവാൻ ആരാണ് കൽപ്പന നൽകിയത്? ആരാണ് പ്രപഞ്ചത്തിന് രൂപം നൽകിയത്? അവൻ ഇങ്ങനെ ചിന്തിച്ചു എന്നിരിക്കട്ടെ, തന്റെ അരൂപിയെ സന്തോഷത്തിൽ അവൻ ആനന്ദിക്കും. കർത്താവേ നിൻ സുളിതവും
ദിവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതാരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയം ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റൂഹായി പ്രധാനാമെന്നിൽ ഗനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാണ് പാപങ്ങൾ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണയോടെ അനുഗമിക്കുകയും നിന്റെ ആധിക്യങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാവട്ടെ. മഹനീയമായ നിന്റെ ദുരിതത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാവട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരം. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരം. മൃതരെല്ലാവരും പിന്നെ വിളങ്ങും വദനമുണരാൻ പരമരുളേണം. അഗാധത്തിൽ നിന്ന് അതിനെ ഞാൻ വിളിക്കുന്നു. ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും എന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
പരീക്ഷ മാറ്റി വെച്ചിട്ട് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടി ജഡികാശകളും തേർപ്പോളകൾ പോലെല്ലാം മാനടിയുന്നു
എല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളൂ ഇന്നിവിടില്ല, ഇനി വരികില്ല യാത്രക്കാര. മുന്നിലതാനിൻ കബറിടമല്ലോ, അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജഡികാശകളും നേർപ്പോളകൾ പോ. എല്ലാം മാഞ്ഞടിയുന്നു. പറുദീസ ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. അസ്ഥിരമല്ലോ പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യം മുതൽ എന്നേക്കുമാമേൻ. നിന്റെ ദാസിയുടെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു ദൈവത്തിൻ വാതിൽ തുറന്നകമണയുന്നു. കന്യകളാൽ പരിസേവിതരായി ദുഷ്ടന്മാർക്ക് അവരുടെ പ്രതിഫലം ലഭിക്കുന്നു. മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തിന, തിരികൾ കൊളുത്തിയൊരുക്കില. വാതിലടച്ചു മണവാളൻ, നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമുടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു. നല്ലവനേകും നാഗസുഖം ദുഷ്ടന്മാർക്കോ നീ നരകം. നാഗത്തിൻ കതിരടയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്തെ വിശ്രാന്തിക്കായി ഉന്നതമാം പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരൊരുമിക്കും. അവിടെ അവർക്കില്ലധ്വാനം, പീഡയുമാതിയും ഇല്ലവിടം. സൗഭാഗ്യത്തിൻ ഭുവനമാ എത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു പരിശുദ്ധന്മാർ കുടികൊള്ളും കബറിടമെത്ര മനോഹരമാം. അവരുടെ മരണം ധന്യവുമാം. തുലനം ചെയ്യിൽ മന്നവതൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം. തിമിരം തിങ്ങും പാർക്കുടിയാം. കർത്താവേ, നീ നല്ലവനാകുന്നു. കരുണാനിധിയാം കർത്താവേ, പാപം നോക്കി വിധിക്കരുതേ. നീയവ തൂക്കിയളന്നീടിൽ മാമലനിരയെ കാളേറ്റം ഫലമുള്ളവയായി കാണും നീ. ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ. പരിശുദ്ധന്മാരൊത്തോലം ഭാഗത്തന്നെ നിർത്തണമേ. ശരണം മർത്തിനു നീയല്ലോ. ആദ്യം മുതൽ എന്നേക്കുമാമേ. കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ. സഭയെ കാലിലേക്ക് കറ്റിക്കൊണ്ടുപോയും ദിവീസ ജീവിച്ചിരുന്നപ്പോൾ നൽകിയ അങ്കികളും പുറംകുപ്പായങ്ങളും കാണിച്ച് കരഞ്ഞുകൊണ്ട് വിധവകളെല്ലാം അവന്റെ ചുറ്റും കൂടി നിന്നു. എല്ലാവരെയും പുറത്താക്കിയ ശേഷം ശിമയോൻ മുട്ടൂത്തി പ്രാർത്ഥിച്ചു.
പിന്നെ അവൻ മൃതശരീരത്തിന് നേരെ തിരിഞ്ഞ് ദിവീസ എഴുന്നേൽക്കുക എന്ന് ആജ്ഞാപിച്ചു. അവൾ കണ്ണുകൾ തുറന്നു ശമയോനെ കണ്ടപ്പോൾ എഴുന്നേറ്റിരിക്കുകയും ചെയ്തു. അവൻ കൈനീട്ടി അവളെ എഴുന്നേൽപ്പിച്ചു നിർത്തി. അനന്തരം വിശുദ്ധരെയും വിധവകളെയും അകത്ത് വിളിച്ച് ജീവനുള്ളവളായി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇത് പട്ടണം മുഴുവൻ പരസ്യമായി വളരെ പേർ കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. എന്റെ രക്ഷകനും ദൈവമായ കർത്താവേ, രാവും പകലും നിന്നെ ഞാൻ വിളിക്കുന്നു. പരിശുദ്ധാരൂപിയുടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിയുടെ ഓർമ്മ നമുക്ക് ആചരിക്കാം. ദൈവമേ, നിനക്ക് സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധാരൂപിയുടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിയുടെ ഓർമ്മ നമുക്ക് ആചരിക്കാം. ദൈവമേ, നിനക്ക് സ്തുതി. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ കർത്താവുമായ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയമിൽ പിറന്ന് പന്തിയോസിന്റെ കാലത്ത് പിടപെടുന്നതിന് ക്രൂശിതറിയപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മരണത്തിൽ നിന്ന് മൂന്നാം ദിവസത്തിലേക്ക് സർവശക്തിയുടെ പിതാവായ ദൈവത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ എത്തിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഭയിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ എതിർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാവങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും ഞങ്ങളുടെ വത്സലപുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും ഞങ്ങളുടെ വത്സലപുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ യഥാർത്ഥമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ യഥാർത്ഥമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ യഥാർത്ഥമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ യഥാർത്ഥമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ യഥാർത്ഥമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ യഥാർത്ഥമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ യഥാർത്ഥമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ,
ആയിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെയും പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശ്വരദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശ്വരദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശ്വരദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും ഞങ്ങളുടെ വത്സലോത്തരനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെയും മേൽ കരുണയായിരിക്കണമേ. ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും ഞങ്ങളുടെ വത്സലോത്തരനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ,
ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെ പേരും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ ഭക്തനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ആത്മാവിന്റെ പേരും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ ഭക്തനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഈ ആത്മാവിന്റെ പേരും കരുണയായിരിക്കണമേ. സർവസ്നായ പിതാവേ, നാം പൂജിതമാകണമേ. ഇവിടെ രാജ്യം വരണമേ. ഇടതിലും സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മറിഞ്ഞു പറയുമേ, സ്വസ്തി, കർത്താവിന്റെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പഞ്ചവിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഹരത്താൽ മോചിപ്പിച്ചവരുടെ ആകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മറിഞ്ഞ പറയുമേ, സ്വസ്തി, കർത്താവിന്റെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മധ്യശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ ചേരാടെയാകട്ടെ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മറിഞ്ഞു പറയുമേ, സ്വസ്തി, കർത്താവിന്റെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മധ്യവിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ അവനോടത്താൽ മോചിപ്പിച്ചവരാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. തിരുവൻ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആഹാരം ഞങ്ങൾക്ക് കാണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളെ ക്ഷമിക്കും. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണം. നന്മറിഞ്ഞ പറയുമേ, സ്വസ്തി, കർത്താവിന്റെ കൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഇടതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമ്മേ തമ്പുരാനോട് അപേക്ഷിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോടത്താൽ മോചിപ്പിച്ചവരാകട്ടെ. കർത്താവേ, വിദ്യാശ്വാസം കൊടുക്കണമേ. നിത്യമായ പ്രകാശത്തോടെ പ്രകാശിക്കട്ടെ. ആമേൻ. ഇങ്ങോട്ട്
ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നുമെന്നോടെന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. നിനക്ക് ഗ്രഹിക്കുവാൻ കഴിയുമെങ്കിൽ ഇക്കാര്യം മനസ്സിലാക്കി എന്റെ വചനങ്ങൾ ശ്രദ്ധിക്കുക. ദരിദ്രന്റെ പ്രാർത്ഥന അവന്റെ മുമ്പാകെ എത്തുന്നു. താമസിന്റെ വിളി അവൻ കേൾക്കുന്നു. ദൈവം അവനെ ഉപേക്ഷിക്കുന്ന പക്ഷം വിധി നടത്തുവാൻ ആരുണ്ട്? ദൈവം തന്റെ മുഖം തിരിച്ചു കളഞ്ഞാൽ ജനത്തിന് മാപ്പ് കൊടുക്കുവാൻ ആരുണ്ട്? ദൈവമായ കർത്താവിന് സ്തുതി. ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാണ്. എന്റെ കർത്താവിനെ ഞാൻ പ്രവർത്തിക്കും. മറ്റുമോട് അന്ത്യവിധി നാളുകൾ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരൊത്ത വലം ഭാഗേ ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും നീ ഭൂതലവും താപകമല്ലോ കർത്താവെ.
ജീവിക്കുന്നവന് അഭയം നീ നൽകണമേ മൃതനായുസ്സും. കീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാവങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരും നോക്കണമേ. അവന്റെ സന്തോഷപ്രാന്തിക്കും കർത്താവിൻ ശോണിതവും ദീപശൈലവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൽസുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വാവാപുത്രൻ റൂഹായേ മൃതനാവിന്റെ കനിയേനും ജീവൻ നൽകി മകോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തെളിവായ നാദാദിൻ തിരുമഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാവങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ദയാളിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ എന്റെ തൃത്വനനുഗം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാദനം പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നീ ആകാശത്തിനും ഭൂമിയിലും സ്ഥിരകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാദനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഉന്നതർവനാമിശിഖാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുരുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ മണ്ഡലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാഥം പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലമോദം മകരാമൃതരെ മഹിമാവൊഴുകും മണവറയെങ്കിൽ ചേർക്കണമീശോ. കർത്താവേ, കാത്തുനിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് കർത്താവേ, കാത്തിനെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാകുന്നു. പുനരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, കാത്തുനിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രയർപ്പിച്ച കർത്താവെ, മകനീയമായ നീതിയുടെ വിശുദ്ധത്തിൽ നിന്റെ ദാസയെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞ നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാദനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ നീ കന്നാവരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാവരം പരിപാലിക്കണമേ. ഉത്താനം പ്രദേശ മരണമടഞ്ഞ മന്മൊരുയിറപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാദനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായ നിന്റെ കുരിശിനടയാളത്തോടും ദൈവദൂതന്മാർ അകമ്പടിയോടും കൂടെ വാനമേകൾ നീ പ്രതിഷ്ഠാവുകയും സ്വർഗരാജന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ചു രക്ഷരായി കർമ്മയൊരുക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാർ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ ദിവസത്തിൽ നിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തിന് ഇഷ്ടമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിന്റെ കൃപയും അനുഗ്രഹവും
നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കട്ട് ചെയ്തിട്ടുണ്ട്. ജീവൻ നൽകി മഹോന്നതമോ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം.
സമാധാനം. അവന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നല്ലതിയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മകനീയമാനത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായി സർവീശ്വരാം എന്നേക്കും. ആകാശത്തിലും ഭൂമിയിലും സുദർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും പ്രത്യാശയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ എന്നേക്കും. എല്ലാരും പിന്നെ വിളങ്ങും മധുരമനുണരാൻ പരമരുടേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാക്കളനാദം മോചിതമല്ലോ. പന്യമെഴാത്തോരവികലമോദം നഗരാൻ മൃതരേ മഹിമാവൊഴുകും പണവറയിങ്കൽ ശർക്കണാമീശോ. നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്നെ ഞാൻ വിളിക്കുന്നു, പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. പൗമോദനത്തിന്റെ മക്കളിൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. രക്ഷയും അവന് പകലാകുന്നു. സ്തുതി. നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്തെ ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ ഓർക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും മുതലും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ആവരും പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും മുതലും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. മനുഷ്യവംശത്തിന്റെ അക്ഷരമാദ്യവുമേ അഭൈദ്യമാനുസരിച്ച് മരണമട ലോകത്തിൽ നിന്ന് അവർ പിരിഞ്ഞു പോയ എന്റെ ദാസരുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗമുള്ളവരിലേക്ക് നയിക്കുവാനായി വനമേഘങ്ങൾ നീ മഹത്വത്തോടെ ആഗതരാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയാസില്ലാത്തതുമായ ധ്യാനത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന് ഉയർത്താൻ ആത്മാവിന്റെ കറുകൾ വഴി വിശദീകരിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും.
സന്നിധിയിലെന്നെ നീ തിരസ്കരിക്കരുതേ. മക്കളിലെന്നും സ്നേഹമനന്തം വർഷിച്ചിടും നിത്യപിതാവേ, അനുതാപത്തിൻ്റെ നേരോടെ ഗോത്രനിതാ ഞാൻ വന്ദനയുന്നു. മകനെന്നെ വിളിക്കാൻ പോലും യോഗ്യത തെല്ലുമെനിക്കിന്നില്ല. ആശ്രയിച്ചു അനുതാപത്താലാർജിതമാകും ആത്മാവിന്ദവ ചൈതന്യത്തിൽ വിളനിലമായി മണ്ണിൽ വളരും മഞ്ചം തേടും ഭാഗ്യം. കർത്താവേ ഞാൻ കണ്ണീരാലും പാപം കഴുകാൻ കഴിയണമേ. Mother
ഞങ്ങളുടെ പാപോദരത്തിനായി ഈ പന്നീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. സ്വന്തങ്ങളുടെയും വിശ്വസങ്ങളുടെയും നാഥനാദിയും ബഹുമാനത്തിനും നിങ്ങളുടെ പാപോദരത്തിനുമായി ചന്ദ്രത്തിൽ ആശീർവദിക്കണമേ. ദാവിന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിങ്ങളെ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമാതൃത്വത്തിൽ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ഇവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും തന്നെ പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാവുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. പിടിക്കുമ്പോൾ പാടിപ്പോവുകയും ചെയ്യുന്നു. അവനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാവുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാവുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാവുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയോടെ സൃഷ്ടിക്കുകയും നിധിയാമരണമേരാക്കുകയും ദയാധികത്തായി വർദ്ധിക്കുകയും ചെയ്യുന്ന കർത്താവേ, എന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ഇവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ
വാനവനോടെ ചിരകാലം ആനന്ദത്തൊടുവാനിടുവാൻ ദാസനു വരമിന്നരുളേണം. സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമതിലമണയ്ക്കുന്നു. മധ്യന് ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വിശ്വാസ്യനാകുന്നു. ഇലവിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുജനയാൻ അന്തിമ ദിവസം ഉയർത്തേക്കും. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മധ്യത പുലരുന്നു. ക്ഷയമുള്ളോർ രക്ഷകനാകും. മധ്യദേവം സകലേശം നൂതനമാക്കുന്നു. വാഴ്ത്തി പാടി നമിക്കും നീ വിശ്വത്തിന്റെ വിധാതാവേ. നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെ മഹിലേശ. മഹിമയോടന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവനൊത്തു വലം പാകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റും എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയെയും മരിച്ചവരെയും അവനോട് കൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആകുന്നതാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലകരുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ എഴുന്നള്ളി വരും. മിശിഹാൻ മത്സരാധികാരത്തെ അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ ഹൃദയത്തിനായി അവരുടെ മേഘങ്ങൾ എടുക്കപ്പെടും. നാം ഇന്ന് കർത്താവിന് വേണ്ടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും ജന്മജീവിതയുടെ വ്യക്തനുമായി പുറത്തു വരും. നമുക്ക് എല്ലാവർക്കും പുത്രഭക്തിയോടും കൊടുക്കുന്നു. കർത്താവേ, ആത്മാവിനോട് തന്നെ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയായി ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയായി ലോകപ്പെടുത്തിയ ആത്മാവിന് നിത്യമായ സുരക്ഷ എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധമാരോ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആത്മാവിന്റെ അപരാധം കടന്നു ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസമാക്കുന്ന ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് ആവാസിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസന്മാർക്ക് സ്വയം മിശിഹായെ കരയുന്നവർ കണ്ണിൽ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. സഹിക്കുകയും ചെറുവായി തറക്കൊണ്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്രോതത്തിലേക്ക് എഴുന്നള്ളി പിതാവിനോടൊപ്പമായിരിക്കുന്നു. മനുഷ്യരെ ജീവിക്കുന്നവരെ എത്തിക്കുവാൻ അവിടുത്തെ എഴുന്നള്ളുവാനിരിക്കുന്നു. കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണൂ. അന്നൊരു ദിവസം സോദരിമാരാ മത്താമറിയും ചുടുകണ്ണീരും ജീവനുയരും ഞാനാകുന്നു. കരുഹരുദേവം കരുണയുടന്തികമാർന്ന അഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം
സോദരിമാരാം മത്താമറിയം ചുടുകണ്ണീരും എഴുതിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ ഇതിൽ ന്യായാധിപനായ കർത്താവ് വിധീസുന്നതിലൂടെ എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യേക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മൾ മൃതദേഹവും വഹിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് പോവുകയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേക ആവശ്യകതയാണ് ഏറ്റവും ആളെ കുറച്ചുകൊണ്ട് കർമ്മങ്ങൾ നടത്തുക എന്നുള്ളത്. അതുകൊണ്ട് 20 പേര് മാക്സിമം പള്ളിയിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ട് കണ്ട് വണങ്ങിപ്പോകുവാനായിട്ട് ഈ സമയം ഉപയോഗിക്കുക. ഒത്തിരി പേര് പള്ളിയിലേക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 20 പേരിൽ കൂടുതൽ പള്ളിയിലേക്ക് വരരുത്. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങും നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത പള്ളിയിലേക്ക് വരാത്തവർക്ക് ഇവിടെ വെച്ച് മൃതദേഹം മുത്താനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കാർ പള്ളിയിലേക്ക് വരുന്നില്ലെങ്കിൽ ഇവിടെ വെച്ച് അമ്മയെ മുത്തിയിട്ട് പോകാവുന്നതാണ്. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിടാ കഴിവില്ലാത്തോ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൽ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥനയുടെ മകനത്തെ പ്രാർത്ഥിപ്പതിനായി പരിഭാവനമാം ദൈവിക ഭവനം പോകും നേരം സേവാർദ്രതയാം എൻ പ്രിയജനമേ അനുദിനമനുവോട്ടോർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു, ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമില്ലാത്തോ ഉന്നതവോസേ പ്രാപിപ്പതിനാ. നീ എന്നും നിലനിൽക്കുന്നു, പോയി മറയുന്നീ ക്ഷണഭംഗുരമാം ലോകവും അതിലെ ജഡികാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. ദുഷ്ടത കൊടിവാഴുകി നശിക്കും ഭീതിയുണർത്തി ഓടിപ്പോ ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. നിന്റെ കരുണയെ നീ അറിയിക്കണമേ, ശാന്തിയിൽ മകൻ
ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നുമെന്നോടെന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നീളം മാത്രം മതി. എനിക്കെന്തു സുഖം തേജസ്സേറും കേരൂബികൾ കൂടാരത്തിനകത്തുണ്ട്. ഷെക്കേനായുമുണ്ടവിടെ ഭക്തന്മാരാം സഹോദര വിളക്കുപോൽ കൂടെയുണ്ട്. പ്രാർത്ഥനയിൻ ധൂപമുണ്ട്, മേശമേലെന്നപ്പം ഉണ്ട്. പിച്ചള തൊട്ടിയുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ
തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നുമെന്നോടെന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട. കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നീളം മാത്രം മതി. എനിക്കെന്തു സുഖം തേജസ്സേറും കേരൂബികൾ കൂടാരത്തിനകത്തുണ്ട്. ഷെക്കേനായുമുണ്ടവിടെ. ഭക്തന്മാരാം സഹോദര വിളക്കുപോൽ കൂടെയുണ്ട്. പ്രാർത്ഥനയിൻ ധൂപമുണ്ട്. മേശമേലെന്നപ്പം ഉണ്ട്. ോ
പ്രാർത്ഥിക്കുക. ജീവിതാസക്തമാകത്തെ പ്രസാദിപ്പിച്ചാൽ ദൈവതീരുമാനങ്ങളുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. സൗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്നെ അനുഗ്രഹത്താൽ തന്മാതാവായ പ്രാർത്ഥനയാൽ നിർത്തുമാറാകട്ടെ. ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ഘാടനം പ്രതീക്ഷിക്കുകയും മത്സരേൽപ്പിക്കണമേ. എന്നോട് ആവാസത്തിന്റെയും ഭൂമിയുടെ രാജാവാകുന്നു. ഇവന്റെയും മരണത്തിന്റെയും നാമനും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര, ദൈവത്തിന്റെ പദവിയെ ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസാവഴിയെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയായ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാസകളാൽ എന്റെ ആത്മാവിൽ കൃപാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ ബാലന്മാരുമായ യോഗ്യതരെ ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന്റെ പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരരെ സൃഷ്ടിക്കുകയും മരണോദയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്ത ദൈവം വാഴ്ത്തപ്പെട്ടവനാവട്ടെ. നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ ശിവനെല്ലാം ഉദരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവരൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സുഹൃതസുഖങ്ങൾ ശാക്തിയരുങ്ങി സമരം ഹൃദയരായി വരുവിൻ വരുവിൻ നിർവമേ മറവോൽ എതിരേൽപ്പതിനായി. രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. ആശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. സൃഷ്ടിക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ ശ്രമങ്ങളുള്ള അവരുടെ എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ ദൈവത്താൽ വിശുദ്ധമായ അഭിഷിക്തമായ ശരീരത്തിനും എന്റെ ദൈവത്തിനെല്ലാവരുടെ ശ്രമം നൽകേണ്ടായി അവരുടെ ദൈവീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ആമേൻ. ഇയാളെ ആശ്വസിപ്പിക്കണമേ. ഈ കപടം ബോധത്തിലിരിക്കണമേ. വിശ്വടിനാഥനെ രക്ഷിച്ച സ്തുതി ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളാകുന്ന പോലെ എന്നെ പ്രസാദിക്കട്ടെ. തന്റെ വർദ്ധസ്ഥാപനത്തെ സ്വീകരിച്ച വിശുദ്ധ ഉദാശകൾ ദൈവത്തിന്റെ ന്യാസനത്തിനെ സഹായിക്കട്ടെ. ഇവൻ ജീവനത്തിന്റെയും നാഥനും പരിശുദ്ധമായ സർവീശ്വരായ നീക്കും. ആദരാഞ്ജലി അർപ്പിക്കാനുള്ള സമയമാണ്. കുഞ്ചിരിക്കും വാങ്ങി
ലോക്ക്ഡൌൺ നിയമങ്ങൾ കൃത്യമായിട്ട് ചുമതല ഒഴിവാക്കുക, ദേവാലയത്തിനുള്ളിലുള്ളവര് കുതിരിക്കപ്പെട്ടതിന് ശേഷം തെല്ല് മാറി നിൽക്കുക, ദേവാലയത്തിന് പുറത്തുള്ളവർ കൂടി കുതിരിക്കപ്പെടാനുള്ള സാഹചര്യം കൊടുക്കണം. അതുകൊണ്ട് തിരക്ക് കൂട്ടാതെ കുതിരിക്ക് വാങ്ങി പ്രദേശത്തിലിട്ട് തെല്ല് അസംഘത്തിലേക്ക് മാറി നിൽക്കുക. അവരെല്ലാവരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാമാപുത്രൻ രൂപായി പ്രധാനമെന്നിൽ കനിയേണം. ജീവൻ നൽകി മോഹനതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. സർവാധികനാമകർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശ്വരംശിഹാനങ്ങളിതാ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രവൃത്തി കെട്ടി ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉദ്ധാരം നീരുന്നു. ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. സർവേശാനി പരിശുദ്ധൻ, ധനവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ, ഞങ്ങൾ കേൾക്കണമേ. പാപനിക്കും വെറുതെ കൊടുത്തവനെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവനെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ കൂടി സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യനാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. സംഗീതം നിന്നെ വിളിക്കട്ടെ. ഭദ്രമറിയമണിഞ്ഞൊരുവൻ മഹിമാതിരിയോടെ സംഗീതം നിന്നെ വിളിക്കട്ടെ. മദ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമാധുതിയോടെ ഭക്തയോടും കൂടെ കടശീലുദ്ധാനം ഇതരാമരുടട്ടെ. കർത്താവിൻ കർത്താവിൻ ദാസീവിധിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മദ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുദ്ധാനം വരുമല്ലോ, മരണമുറക്കം താൻ. കർത്താവിൻ ദാസീവിധിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മദ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ നടക്കുന്ന മാൻപേടെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി നടക്കുന്നു.
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നീ എന്തിനു വിശ്വാസിച്ചു നീ ദൈവത്തെ ആശ്രയിക്കുക. ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രത ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദ മഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തിടുന്നതിനും കരുണയും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും നഗരത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ആവണം പരിപാലിക്കണമേ. ഉദാഹരണം പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ.
വ്യർത്ഥമായിട്ടൊന്നുമെന്നോടെന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവ്